ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയിനൂടെ ഡ്രസ് കളക്ഷനാണ്. അപ്പം അവൾക്ക് മാഷാ അല്ലാഹ് 6 മാസം കഴിഞ്ഞു. 6 മന്ത് കംപ്ലീറ്റ് ആയി. അപ്പം ഓരോ മന്തും ഞാനിങ്ങനെ അവളെ വാർഡ്രോബ് ഇങ്ങനെ ഒരു കവർ ഇങ്ങനെ എടുക്കും കേട്ടോ. കവറിലാണ് ഞാൻ ഓരോ ഡ്രസ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ മന്ത് ഞാൻ അവൾക്ക് ആവുന്ന ഡ്രസ്സ് ഇങ്ങനെ നോക്കി ഇട്ട് കൊടുക്കും. അപ്പം അവൾക്ക് ജനിച്ച സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവൾക്ക് ഓരോ മന്ത് ഇങ്ങനെ കിടക്കുമ്പോഴും ഓരോ മന്ത് ഇങ്ങനെ പോകുന്നോറും ഞാൻ എല്ലാ ഡ്രസ്സും ഒന്ന് എടുത്ത് അവൾക്ക് ആവുന്നത് ജസ്റ്റ് മാറ്റി വെച്ച് അത് ഇട്ട് കൊടുക്കാൻ തുടങ്ങും. കാരണം ഓരോ മന്ത് കഴിയുന്നവരും കുട്ടികൾ ഗ്രോ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കും എന്താ ഓരോ പുതിയ ഡ്രസ്സ് അങ്ങനെ അവൾ യൂസ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സസ്സാണ് ഞാൻ അവിടെ എടുത്തുള്ളത്. ഇനിയും ഉണ്ട്. അപ്പം ഞാൻ ചിലപ്പം പാർട്ടായിട്ടായിരിക്കും ഇതൊരു പാർട്ട് 1 പിന്നെ പാർട്ട് 2 അങ്ങനെ ആയിരിക്കും ഇടുന്നുണ്ട്. അപ്പം വീഡിയോൻ്റെ ലെങ്ത് അനുസരിച്ച് ഞാനത് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇത് ഞാൻ എടുത്ത് വെച്ച കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഓൾറെഡി ഞാൻ കാണിക്കുന്ന സമയത്ത് എനിക്ക് അവൾക്ക് ആവുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് എടുത്ത് വെക്കാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു വീഡിയോ അയച്ച് ഇടാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോയിലാണ് ഞാൻ വാർഡ്രോബ് സെറ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ അവളെ വാർഡ്രോബ് സെറ്റിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ അവൾക്ക് എടുത്ത് വെക്കുന്ന ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബാഗിൽ ഞാൻ ആക്കി വെച്ച കുറച്ച് ഡ്രസ്സസ്സാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഡ്രസ്സസ് ഞാനിങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ ഞാനെല്ലാം നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതിൽ കാണിക്കുന്ന കുറച്ച് ഡ്രസ്സ് നിങ്ങൾ ചിലപ്പോൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടവർ. അപ്പം ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് അവളൊരു ഡ്രസ്സ് കളക്ഷൻ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതൊന്നും അവൾക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം അവൾക്ക് ന്യൂ ബോൺ തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് ഒക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ആൾക്കാർ തന്നിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഞാൻ ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് അവളെ കവറിൽ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കവറിൽ ഒരു ബാഗിൽ ഞാൻ വെച്ചത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പം ആദ്യം തന്നെ വരുന്നത് ഇങ്ങനെ ഒരു ടോപ്പും അതുപോലെ തന്നെ ഇങ്ങനൊരു ക്യൂട്ടായിട്ടുള്ള ട്രൗസറാണ് കേട്ടോ വരുന്നിട്ടുള്ളത്. അപ്പം ഇതിൽ തന്നെ ഉണ്ട് 9 to 12 months ആണ്. അപ്പം ഇത് നമുക്ക് എന്തായാലും ഇപ്പം ഇതിൽ 12 months ആണെങ്കിൽ ചിലപ്പോൾ 1 year അവർക്ക് ഇതാവണമെന്നില്ല. ഇത് കുറച്ചൊരു ഫാറ്റി ആയിട്ടുള്ള ബേബീസിന് പറ്റിയ ഒരു ട്രൗസറാണ്. അപ്പോൾ അവൾക്കിത് ചില സമയത്ത് 1 year ആകുമ്പോൾ അവൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഇല്ലേ, ബാങ്ക് കൊടുക്കുന്നുണ്ട് ബേസ്. അപ്പം ഈ ഒരു ഡ്രസ്സ് എന്തായാലും അവൾക്ക് ഇപ്പം പറ്റത്തില്ല. അപ്പം ഞാൻ ഇത് എടുത്ത് വെക്കുന്നില്ല. ഇതിലേക്ക് തന്നെ ഞാൻ ഓൾറെഡി വെക്കും. അപ്പോൾ അവൾക്ക് പറ്റുന്നത് മാത്രമേ ഞാൻ മാറ്റി വെക്കുന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ എപ്പോഴാണ് വരാമെന്നറിയില്ല. നാളെ റമദാനായി. ഇന്ന് എനിക്ക് തോന്നുന്നു യുഎഇയിലൊക്കെ ഇന്ന് റമദാൻ തുടങ്ങി. അപ്പം നമുക്ക് നാളെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്നെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിരിക്കും വരാം കേട്ടോ. ഇപ്പം ഞാൻ ഈ നോമ്പിൻ്റെ തലേന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം മേ ബി നോമ്പിൻ്റെ സമയത്തായിരിക്കും ഈ ഒരു ഡ്രസ്സ് കളക്ഷൻ വീഡിയോ വരുന്നുണ്ടാവും. പിന്നെന്താ ഓക്കെ, അപ്പം ഇങ്ങനൊരു കോംബോ ആയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട് ആയിട്ടുള്ള സംഭവം. ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ വരുന്നൊരു കോംബോ ആണ്. ഇതും എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം, ഈ ഒരു ജീൻസ് ടൈപ്പ് ട്രൗസറും അതുപോലെ തന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഷർട്ട്. ഇത് ഷർട്ടാണേ, ക്യൂട്ടായിട്ടുള്ള ഷർട്ട്. ഓക്കെ, ഈ ഒരു കോംബോ ആണ് വരുന്നത്. ഇങ്ങനെ കണ്ടോ, ഈ ഒരു ടോപ്പും പിന്നെ ഈ ഒരു ട്രൗസറും. എങ്ങനെ ഇതും എനിക്ക് തോന്നുന്നു 6 to 9 months ആണ് ഇത് പറയുന്നത്. അപ്പം അതും ഇവക്കിപ്പം ആവത്തില്ല. ഇങ്ങനെ ഈ ഒരു വേസ്റ്റ് ഭാഗമൊന്നും ആവത്തില്ല. ഷർട്ടായിക്കാനും കുറച്ച് നല്ല വീതിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇപ്പം എടുത്ത് വെക്കുന്നില്ല. ഇപ്പം എന്തായാലും അവർക്ക് ആവില്ല. ഇത് ബേബി ഹഗ്ഗിൻ്റെ ആണ്.
അതിൽ നല്ല ക്യൂട്ട് പാർട്ടി വെയർസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യൂട്ട് ഡെയിലി വെയർസ്, കാഷ്വൽ എല്ലാം നല്ല സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെന്താ, യെസ്, ഇതും ഒരു റോംബർ ടൈപ്പ്, ഹാഫ് റോംബർ ടൈപ്പാണേ. ഇങ്ങനെ ബാക്കിൽ ബട്ടൺസ് വന്നിട്ട് കണ്ടോ. ഇതൊക്കെ എനിക്ക് ഇട്ടുകൊടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവള് കുറച്ചും കൂടി തടിക്കണം, അങ്ങനെയൊക്കെ ആവണം, എന്നാലേ ഇതൊക്കെ നമുക്ക് അവൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ആക്ച്വലി ഇപ്പം 6 months ആണ് പറയുന്നത്. പക്ഷെ എന്നാലും അവൾക്കിത് ലൂസാണ് കേട്ടോ, ലൂസായിരിക്കും. ഞാൻ ഇട്ടുകൊടുത്ത് നോക്കിയിട്ടില്ല, പക്ഷെ അവളൊരു ഇതിൽ ഇത് ലൂസായിരിക്കും. നല്ല രസമില്ല, ഇങ്ങനെ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ട് നല്ല അടിപൊളി സംഭവമാണേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ, ഇതും ഒരു കോംബോ ഡ്രസ്സാണ്. ട്രൗസർ ആൻഡ് ഒരു ബർമൂഡ ടൈപ്പ്, ഒരു എന്താ പറയുക, ഒരു ട്രൗസർ ടൈപ്പും അതുപോലെ തന്നെ ഈ ടോപ്പ് ഉണ്ടോ. എനിക്ക് തോന്നുന്നു ഈ ടോപ്പ് മേ ബി അവൾക്ക് 2 വയസ്സൊക്കെ കഴിഞ്ഞ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിപ്പമുണ്ട് ഈ ഒരു ടോപ്പ്. പക്ഷെ നല്ല രസമുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു 24 months ആണ് പറയുന്നത്. അപ്പോൾ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയതാണ്. അത്രയും വലുതാണേ, ഭയങ്കര രസമുള്ള ഒരു ടോപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടില്ല. കാരണം ഇതൊക്കെ എന്താ പറയുക, ഇട്ടുകൊടുക്കാൻ, ഇതൊന്നും ഇപ്പോൾ ഇട്ടുകൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും എന്താ പറയുക, ഇട്ടുകൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സസ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഡ്രസ്സൊക്കെ വാങ്ങി, ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ. അപ്പം ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടനെ. ഇത് 2 കൊല്ലമൊക്കെ ഇതിങ്ങനെ വെക്കേണ്ട ആലോചിക്കുമ്പോൾ ഇത്രയും വലുതാണ്, എന്തായാലും പാവില്ല. ഇങ്ങനൊരു ട്രൗസർ ടൈപ്പൊക്കെ വരുന്ന ടൈപ്പ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണ്. ഇതിലൊന്നും അവർക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയതില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ കവറിലായിട്ടുള്ള കുറച്ച് ഡ്രസ്സസാണ്. ഇങ്ങനെ ഒരു 3 കവറിലായിട്ട് ഉള്ള ഡ്രസ്സ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു ഡ്രസ്സ് നോക്കാം. ഇതും ഏകദേശം പുറത്തൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതും ഒരു ട്രൗസർ ടൈപ്പാണ് കണ്ടോ. ഇങ്ങനെ ബോക്കെ ആയിട്ട് വെരി ക്യൂട്ടാണ് ഇങ്ങനെ. പിന്നെ ഇതൊരു റോംബറും കണ്ടോ. ഈ റോംബറിൻ്റെ മേലേക്ക് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. വെരി ക്യൂട്ട്, നല്ല ഒരു സോഫ്റ്റ് ക്ലോത്താണ്. പിന്നെ അതിനായിട്ട് നമുക്കൊരു ഹെയർ ബാൻഡ് ചെയ്യാൻ രീതിയിലുള്ള ഒരു സംഭവം, ഇങ്ങനെ ബോ കെട്ടിയിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ബോ ചെയ്തിടൂലേ, ആ സംഭവം കൂടി ഉണ്ട് അതിലിപ്പം പേരായിട്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 6 months ഉള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയതാണെന്ന് തോന്നുന്നു. ഇതും കുറച്ച് വലുതാണ്, അവർക്ക് ട്രൗസർ വലുതായിരിക്കും, എലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഓക്കെ, അപ്പം ഇതും അവൾക്കിപ്പം ഇടാനായിട്ടില്ല. നമുക്കിത് എടുത്ത് വെക്കാം. ഇത്രയും ഡ്രസ്സിൽ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1 or 2 ഡ്രസ്സ് അവൾക്ക് ആവുന്നതുണ്ടോ, അതാണ് ഭയങ്കര സങ്കടം. കാരണം ഇത്രയും ഡ്രസ്സ് അവൾക്ക് ഇട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര, ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അവൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആടും ഗൈസ്. അവളിപ്പം പനിയൊക്കെ വന്നിട്ട് ഇപ്പം നമ്മൾ ചോട്ടയായി കുഞ്ഞായി, അവൾ മെലിഞ്ഞു പോയി. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനത്തെ കുറച്ച് കുർത്തക്കേട് നല്ലോണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കവറ് ഇതാണ്. ഇതിലൊരു കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇങ്ങനെ ബട്ടണൊക്കെ വന്നിട്ട് ഇതും നല്ല വലുതാണ്. എനിക്ക് തോന്നുന്നു ഇതും ഒരു 1 year above ഉള്ള കുട്ടിയൊക്കെ ഇടാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതും നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവം. ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെന്താ, പിന്നെ ഒരു പാർട്ടി വെയർ പോലത്തെ ഒരു ഫ്രോക്ക്, ചോട്ട റെഡ് കളർ, റെഡും വൈറ്റും വരുന്ന, നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ്. പക്ഷെ അത് ട്രൗസറും റോംബറായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് ലൈക്ക് ഫ്രോക്ക് തന്നെ ആയിട്ടാണ് വരുന്നത്, ഒരു ബോക്കായിട്ട്. കണ്ടോ, നല്ല രസമില്ലേ, ക്യൂട്ട്. ഇതും കുറച്ച് വലുതാണ്. ഇതും എനിക്ക് തോന്നുന്നു ആക്ച്വലി
ഇതിൻ്റെ അകത്ത് മന്ത് എഴുതിയിട്ടില്ല, ബട്ട് അബവ് 6 months ഉള്ള കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ അതാണ് അപ്പോൾ അവർക്ക് ഇതിലും ഇങ്ങനൊരു ബോട്ട് ഇടാൻ പറ്റുന്ന ഹെയർ ബാൻഡ് ടൈപ്പ് ഇത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത്. പിന്നെന്താ, ഇതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു പാൻറ്റ് കണ്ടോ, ഒരു പാൻറ്റും അതുപോലെ ഒരു ടീഷർട്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി എന്താണെന്ന് വെച്ചാൽ ഈ തന്ന ഡ്രസ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ബേബീസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്താണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്. അപ്പം കുട്ടികൾക്ക് ഇതിടുമ്പോൾ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ. നല്ല ഒരു ടോപ്പാണേ, ഐ മീൻ ടീഷർട്ടാണേ. അപ്പോൾ ഇതാണ് കാഷ്വലായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നത്. ഇതും ആക്ച്വലി 18 to 24 months, അപ്പോൾ അബവ് 1 year ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നത്. അവർക്ക് കിട്ടിയതിൽ കൂടുതലും ഈ ന്യൂ ബോണിൻ്റെ ഡ്രസ്സല്ല, ആക്ച്വലി ഈ അബവ് 6 months അബവ് 9 months ഒക്കെ ഉള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സാണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ അവർക്ക് എന്താ പറയുക, അങ്ങനെ ന്യൂ ബോണിൽ നമുക്ക് റോംബേഴ്സൊക്കെ ഫുൾ റോംബർ കിട്ടുമല്ലോ, സോക്സ് അടക്കമുള്ള, അതാണ് കൂടുതൽ അവർക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് ടീഷർട്ട് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കവറിൽ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് കവറിൽ ഇങ്ങനൊരു സിപ്പൊക്കെ ആയിട്ട് തന്നെ, ഇതും സെയിം ടൈപ്പാണ്, പക്ഷേ ഇതും ഒരു ഫ്രോക്ക് തന്നെ. ഇങ്ങനെ എന്താ ഇതിലെഴുതിയ ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ മമ്മ എന്നൊക്കെ എഴുതിയിട്ട് ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ കളറിലുള്ള ഫ്രോക്ക്, ഒരു പേസ്റ്റൽ ഗ്രീനിൽ വരുന്ന ഫ്രോക്കാണ്. ഇതും അബവ് 6 months തന്നെയാണ്. കുറച്ചൊരു 1.5-2 months ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അവർക്ക്. അങ്ങനത്തെ ഇതിൻ്റെ ഹെയർ ബാൻഡ് വരുന്നത് ഇങ്ങനെ തന്നെയാണ്, എലാസ്റ്റിക്കിൽ. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു 3 കവറിൽ വരുന്നത്. ഇനി നമുക്ക് എന്താ ഈ ഒരു കവറിലുള്ളത് നോക്കാം. ഓക്കെ, ഇതൊന്നും ഇനി അവർക്കിപ്പോൾ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓക്കെ അതന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഇനിയും എന്താ സ്വെറ്റേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാൻ തോന്നി. ഇതും കൂടി കാണിച്ചിട്ട് നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ 2 വീഡിയോ ഇടാൻ നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നത് ഈ ഒരു വലിയ കവറിൽ ഫുൾ ഡ്രസ്സാണ്, മാഷാഅല്ലാ. അപ്പം ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു കവറിൽ വരുന്ന ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഇങ്ങനൊരു ഇതൊന്ന് മാറ്റി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത് പേരാണെന്ന് അല്ലേ? ഇത് പേരാണേ. ഇങ്ങനൊരു ടോപ്പിൽ അതിൻ്റെ ഇൻസൈഡിൽ വരുന്നതാണ്, ഇന്നർ പോലെ ഈ ഒരു ഗ്രീൻ കളർ ബനിയാൻ. ഇതൊക്കെ വലുതാണേ. ഇതെനിക്ക് തോന്നുന്നു ഇതിൽ 3 to 6 months ആണ് കാണിക്കുന്നത്. അവൾക്ക് ഇപ്പോൾ ആവൂല, എന്തായാലും ഇത് വലുതാണ്. അവളെ വെച്ച് നോക്കുമ്പോൾ ഇത് അവൾക്ക് വലുതാണ്. അപ്പം ഇങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, കോംബോ അല്ല, പെയറായിട്ട് കണ്ടോ. അപ്പം ഇതാണ് അടുത്തത്. ഇനി നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്യൂട്ട് ഫ്രോക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു വൈറ്റ് ആൻഡ് പിങ്ക് ഡോട്ട്സ് ഒക്കെ ആയിട്ട്. ഇത് 6 to 9 months ആണ്. നൈസ് ഫ്രോക്ക് കണ്ടോ, കാഷ്വലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെന്താ, പിന്നൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഫ്രോക്ക്. ഇത് എൻ്റെ മുത്തമ്മൻ്റെ മോന് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. നൈസായിട്ട് ഇങ്ങനെ ബീഡ്സൊക്കെ ആയിട്ട് കണ്ടോ, താഴെ ബീഡ്സൊക്കെ ആയിട്ട് ബോ അങ്ങനത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടി വൈസ്. ഇങ്ങനത്തെ പാർട്ടി വൈസ് നമ്മൾ കുട്ടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇടും. ചില പാർട്ടി വൈസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇടത്തില്ല. അപ്പം ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനെ
താഴിലൊക്കെ ആയാലും ഇങ്ങനെ സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് 2 വയസ്സാവാണ്ട് ഇടാൻ പറ്റത്തില്ല, ഭയങ്കര വലുതാണ്. പിന്നെന്താ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതും ഒരു ചെറിയ ടൈപ്പ് ഫ്രോക്കാണ് കണ്ടോ. ഫ്രോക്കാണ്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ അവൾക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നേ. ഭയങ്കര ചെറുതല്ലേ അല്ലേ. ഇതിൻ്റെ മേലിൽ മന്ത് കാര്യങ്ങൾ എഴുതിയിട്ടില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഇതിപ്പം അവൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഓക്കെ, നല്ലൊരു പർപ്പിളിൽ വരുന്ന ഒരു കളർ. ഇത് നമുക്ക് മാറ്റി വെക്കാം, നമുക്ക് ഇട്ടുകൊടുത്ത് നോക്കാം. ഓക്കെ, തോന്നുന്നു നമുക്ക് ഇട്ടുകൊടുത്ത് നോക്കാം ഏതായാലും. ഓക്കെ, പിന്നെന്താ, ഇതും ഫ്രോക്കാണ്. ഇങ്ങനത്തെ ക്യൂട്ട് ചോട്ട കുറേ ഫ്രോക്ക് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നല്ല നല്ല ഫ്രോക്സ് ഒക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു ഓറഞ്ച് കളർ, ഓറഞ്ച് പീച്ചിൽ വരുന്ന ഒരു നല്ല ഫ്രോക്കാണ്. കോട്ടൺ തന്നെയാണ് ഇത്. പക്ഷെ ഇത് അവൾക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് 12 month ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയതാണ്. ഇത് നമുക്ക് ഇതിൽ തന്നെ നോക്കാം. പിന്നെ അടുത്തതും ഒരു കാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ഫ്രോക്കാണ്. ഒരു ബനിയൻ ടൈപ്പാണിത്, ഇങ്ങനെ വലിയുന്ന ടൈപ്പാണ്. ഇതും 8 to 12 month ആണ് ഇതിൽ ഉള്ളത്. ഇത് ലാർജാണ് സൈസ്. ഇത് അവൾക്ക് ഇടാൻ പറ്റില്ല, അപ്പോൾ അതങ്ങനെ. പിന്നെന്താ, പിന്നെയും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഫ്രോക്കാണ് കണ്ടോ. ഇങ്ങനെ നല്ലൊരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വരുന്ന ടൈപ്പ്. ഇത് നല്ല രസമുണ്ട്. ഇത് ആക്ച്വലി മീഡിയമാണ് സൈസ് കാണിക്കുന്നത്. ആക്ച്വലി അവൾക്കിപ്പോൾ സ്മോൾ മതി. ഇതും അവൾക്ക് വലുതായിരിക്കും. സ്വീറ്റി എന്നൊക്കെ എഴുതിയിട്ട് ഇതും അവൾക്ക് വലുതായിരിക്കും. അപ്പം നമുക്കിത് ഇവിടെ വെക്കാം. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഇതും എനിക്ക് തോന്നുന്നു പേരാണെന്നാണ്. കാണുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും വേറെ പേരെന്തെങ്കിലും ഇന്നർ ടൈപ്പ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇതാണ് ഇങ്ങനെ കാണുന്നത്. ഇതും ഒരു ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ്. ഇതും ആക്ച്വലി കുറച്ച് വലുതായിരിക്കും അവർക്ക്. ഇത് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെന്താ, പിന്നെ വരുന്നത് ഇങ്ങനൊരു ടോപ്പും. ഓക്കെ, അടുത്തത് വരുന്നത് ലൈക്ക് ഇങ്ങനൊരു സ്കേർട്ടാണ്. ക്യൂട്ട് ചോട്ട സ്കേർട്ടും അതുപോലെ തന്നെ അതിന് വെച്ചൊരു ചെറിയൊരു ടീഷർട്ട്. ഇതെനിക്ക് തോന്നുന്നു ഇത് ഇവക്കിപ്പം പറ്റും തോന്നുന്നു. ഇവിടെ 4 to 8 month ആണ് കാണുന്നത്. പക്ഷെ ഇത് ചോട്ടയാണല്ലോ, ഭയങ്കര സ്മോളാണ് ഇത്. അപ്പം നമുക്കിത് ഇവിടെ വെക്കാം. നമുക്ക് ഇട്ടുകൊടുത്ത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഇട്ടുകൊടുക്കാമല്ലോ. അത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതും ലാർജ് 6 to 9 months പറ്റിയ, നേരത്തെ കാണിച്ചില്ല, അതിൻ്റെ ഒരു വേറൊരു ടൈപ്പാണ് കണ്ടോ ഫ്രോക്ക്. പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനൊരു സ്വെറ്റർ പോലത്തെ ടീഷർട്ടാണ്. എനിക്ക് തോന്നുന്നു ലൂക്കാൻ്റെ ഫ്രണ്ട് തന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ ബാംഗ്ലൂർ പോയ സമയത്ത് ആ സംഭവമാണ് തോന്നിയത്. ആ ഒരു ടീഷർട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ല ഇതൊരു സ്വെറ്റർ ടൈപ്പാണ്. ഇത് ചൂട് സമയത്തൊന്നും നമുക്ക് ഇട്ടെടുക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചിട്ട് ഈ ഒരു കാലാവസ്ഥയിൽ ഇതൊക്കെ ഇട്ടെടുത്താൽ കുട്ടികൾ അൺകംഫർട്ടബിൾ ആയിരിക്കും, കാരണം അത്രയും ചൂടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഇതും ആക്ച്വലി ഒരു വലിയ സൈസാണ്. 12 month പറ്റിയ കുട്ടിയൊക്കെ ഇടുന്ന ടൈപ്പാണ്. പക്ഷെ നല്ല ക്ലോത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ക്ലോത്ത് മെറ്റീരിയലാണ് ഇവളെ എല്ലാ ഡ്രസ്സിൻ്റെയും. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇതും ഒരു കുട്ടി ഫ്രോക്ക്. ഇതെനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതൊന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ചെറിയൊരു ഫ്രോക്കാണ്. നല്ല രസമുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇത് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും തോന്നുന്നു. ഓക്കെ,
നെക്സ്റ്റ് വന്നിട്ടുള്ളതും അതുപോലെ ഒരു ചെറിയൊരു ഫ്രോക്കാണ്. കണ്ടോ, ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ച് വലുതായിരിക്കും, കുറച്ച് വലുതായിരിക്കും. അടുത്ത മാസം നോക്കാം. ഇത് നല്ല യെല്ലോയിൽ വരുന്ന ടൈപ്പ് അതാണ്. നെക്സ്റ്റ് ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് ഇവിടെ കുറേ പാൻറ്റും ട്രൗസേഴ്സും ഒക്കെ കണ്ടുള്ളൂ. പേരായിട്ടുള്ളത് ആക്ച്വലി കാണുന്നില്ല, എന്നാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് 18 months അബവ് 1 year ഉള്ള കുട്ടിയൊക്കെ ഇട്ടെടുക്കാൻ പറ്റിയ ഇത് ഹെയർ ബാൻഡ് ആണ്. പെയറായിട്ട് വരുന്ന ഹെയർ ബാൻഡും അതുപോലെ തന്നെ ടീഷർട്ടും. ഇതിനൊരു പാൻറ് ഉണ്ട്, കണ്ടോ, പെയറായിട്ട് വന്ന്. ഇത് വലിയ പാൻറ്, അവർക്ക് ഇപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, വലിയ പാൻറ്റാണ്, കണ്ടോ. അപ്പം അതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പെയറായിട്ടുള്ള സംഭവം, ഈ ഒരു ടീഷർട്ടും ആ ഒരു പാൻറ്റും. ഓക്കെ, അതായി. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള ഇടാൻ പറ്റിയ സംഭവം, ഡെയിലി വെയർ പോലെ. ഇത് ആക്ച്വലി 9 month ഉള്ള കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയതാണ്. ഇത് വലുതാണ് അവർക്ക്, ഇതാണ് സംഭവം. ഇത് നമുക്ക്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ, ഈ ഒരു ഫ്രോക്കാണ്. ഈ ഒരു ഗ്രീൻ കളറിൽ എന്താ, ഇത് ലാർജാണ് സൈസ്, ഗ്രീൻ കളറിൽ വരുന്നത്, കണ്ടോ. ഇങ്ങനെ ബോക്കായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കാണ്. ഇത് വലുതാണ് അവർക്ക്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു പാൻറ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് ഇതിൻ്റെ ഉള്ളിൽ എന്നാൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. യെസ് ഇത് തന്നെയാന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ക്യാപ്പ് ഈ ഒരു ഇതിന് മാച്ചാണ്. പക്ഷേ റോംപർ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. ഇങ്ങനെ ഒരു റോംപറിൽ ഈ ഒരു പാൻറ്റും ഈ ഒരു ക്യാപ്പുമാണ് വരുന്നത്, കണ്ടോ. ഇത് ഇപ്പം അവൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ഇത് കുറച്ച് വലുതാണ്. പക്ഷെ റോംബർ ടൈപ്പൊക്കെ നമുക്ക് ഇതിൽ 6 month കാണുന്നത്. ഇതൊക്കെ അവൾക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റും തോന്നുന്നു. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, പാൻറ്റ് കുറച്ച് വലുതാണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഒക്കെ ഇപ്പോഴല്ലേ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിവിടെ ഇട്ട് വെക്കാം, ഈ ഒരു പേര്. അതവിടെ. ഇനി അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു പെയറാണ്. ഈ ഒരു ചെറിയൊരു ക്യൂട്ട് ടീഷർട്ടിൽ. ഈ ടീഷർട്ട് അവർക്ക് ഇപ്പോൾ ഇടാൻ പറ്റും, പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല. ഇത് കുറച്ച് വലുതാണ്, കണ്ടോ. ഇത് കുറച്ച് വലുതാണ്, പക്ഷെ ഇന്നർ ഭയങ്കര ചെറുതാണ്, ഭയങ്കര ചോട്ടയാണ്, കണ്ടോ. അപ്പം ഇതാണ് അടുത്ത ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ 2 സംഭവം. ഇതിലിങ്ങനെ പോക്കറ്റൊക്കെ ഉണ്ട്, നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ പോക്കറ്റ്, 2 സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇനി അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു പാൻറ്റും. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇങ്ങനൊരു പാൻറ്റും, കണ്ടോ. അതുപോലെ ഇതൊരു ബ്ലാക്ക് ടീഷർട്ട്, വലുതാണ് ഇത്. ഇത് ഭയങ്കര വലുതാണ്, വലിയൊരു സംഭവമാണ്, കണ്ടോ. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇതിങ്ങനെ ഇത് സീക്വൻസ് ഒന്നല്ല, ഇത് പ്രിൻ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ അത് നല്ല ഷൈനിങ് ഉണ്ട്, കണ്ടോ. അപ്പം അത് അടുത്തത്. ഇതിനും 2 സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. ഇത് നമുക്ക് എടുത്ത് നോക്കാം. ഇനി അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു പെയറാണ്. ഈ ഒരു പാൻറ്റും, ബ്രൗൺ കളർ പാൻറ്റും, ഈ ഒരു ഷർട്ട് ടൈപ്പ് ടോപ്പാണിത്. ഇത് നല്ല നല്ല രസമുള്ള ഒരു സംഭവമാണ്, നല്ലൊരു രസമുള്ള ഒരു ടോപ്പാണ്. ഇത് ആക്ച്വലി 1 year
പറ്റിയ 1 ഇയറിൽ ഇടാൻ പറ്റിയ. ഇവക്ക് കിട്ടിയ അധിക ഡ്രസ്സും മാക്സിമം ബേബി ഹഗ് വാങ്ങിയ ഡ്രസ്സാണ്. ഇതും മാക്സാണ്, കണ്ടോ, മാക്സിമം വാങ്ങിയ ഡ്രസ്സാണ്. ഇത് നല്ല ഡ്രസ്സ്. ഇതും വലുതാണ് ആക്ച്വലി. ഇപ്പം നമുക്കിത് ഇതിലോട്ടേക്ക് തന്നെ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പ്. ഇത് ഏതൊരു ഫിലിമിൽ ഒരു ചെറിയ കുട്ടി ഇട്ട ഒരു ഇംഗ്ലീഷ് ഫിലിമിൽ ആ ഒരു തോട്ടാണ്. ഇത് ആക്ച്വലി ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്, ചെറുതല്ലേ. അപ്പം ഇത് നമുക്ക് അവൾക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പം ഇത്രയും ഡ്രസ്സാണ് അവൾക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയതുള്ളത്, ഇത്രയും കാണിച്ചതിൽ. ഇനെന്താ, ഇനി കുറേ ഷർട്ട്സ് പോലെ കാണുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ ഇന്നേഴ്സ് ആയിരിക്കും. ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വന്നിട്ട് അങ്ങനെ സംഭവം. പിന്നെ ഇതൊക്കെ ഇവക്ക് ഇപ്പം ഇട്ടോട്. ഇതിൻ്റെ കുറച്ച് പേഴ്സ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക്. റോംബർ ടൈപ്പ് കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ അവൾക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പേർപ്പിൾ, ഇതുപോലെ തന്നെ ഒരു പീച്ച്, ഏതെല്ലോ കളറിനാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ട്രൗസറൊക്കെ കാണുന്നുണ്ട്. ഇത് എന്തിൻ്റെയൊക്കെയല്ലോ പേരാണ്, എനിക്ക് ഓർമ്മയില്ല ഇതെന്തിൻ്റെ പേരാണെന്ന്. ഓക്കെ, ഒരു ട്രൗസർ കാണുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും, ചെറുതാണ്. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാൻറ്റ് കണ്ടോ, ഇതും ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് പാൻറ്റാണ്. ഈ ഒരു ഇന്നറിൽ ഞാൻ ഇതിൽ കാണിച്ച ഏതോ ഒരു ഡ്രസ്സിൻ്റെ ഇന്നറായിട്ട് വരുന്ന സംഭവമാണിത്. അത് നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം. ഇതും റോംബർ തന്നെ, ഇതും നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒരു സംഭവം ക്യൂട്ടായിട്ടുള്ള ഷർട്ട്. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പൺ പോലെ, ഫ്രണ്ടിൽ ഇങ്ങനെ ആയിട്ടും ഇവിടെ ബോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സംഭവം റോംബർ ടൈപ്പ് തന്നെ, ഇങ്ങനെ ചെറിയ. ഇത് അവൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് ആക്ച്വലി 6 month 3 month ഒക്കെ ഉള്ള കുട്ടികൾക്ക് വരെ, 3 to 6 month ഉള്ള കുട്ടികൾക്ക് വരെ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് ഇത് ഇവിടെ എടുത്ത് വെക്കാം. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് ഇങ്ങനൊരു ഫുൾ ഹാൻഡ്, ഫുൾ കൈ വരുന്ന ഒരു ഫ്രോക്കാണ്. ഫ്രോക്ക് ടൈപ്പ് കണ്ടോ. ഇത് ആക്ച്വലി ഒക്കെ വലുതാണ്, ലാർജാണ് സൈസ് വരുന്നത്. അപ്പോൾ ഇത് ഇനി കുറച്ച് മാസം കൂടി കഴിഞ്ഞിട്ട് അത് നോക്കാം. പിന്നെ ഇങ്ങനെ ഓരോ പെയർ പാൻറ്റും, ഇങ്ങനെ പാൻറ്റ്, 2 പാൻറ്റാണ്. ഇത്രയേ ഉള്ളൂ. അല്ലേ നമ്മൾ ഫുൾ ഡ്രസ്സ് നോക്കി. അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് അവൾക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട്, നോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ബാക്കിയൊക്കെ നമുക്ക് ഈ കവറിലോട്ടേക്ക് തന്നെ വെക്കാം. പിന്നെ ഒരു പാൻറ്റ്, 2 പാൻറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ പെയറായിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് തിരിച്ച് ഇതിലോട്ടേക്ക് തന്നെ വെക്കാം. ഈ കവർ നമുക്ക് എടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് കവർ കാണാം.